എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഭൂമിജയും അജയും തമ്മിലുള്ള ഉടമ്പടി കല്യാണം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഭവാനി തിരിച്ചറിയുവാണ് നമ്മുടെ അച്യുതൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന രഹസ്യം. അച്യുതന്റെ കൂടെ ഉണ്ടാകുന്ന ആ മകൾ അച്യുതന്റെ സ്വന്തം മകളാണോ അല്ലെങ്കിൽ ഭവാനി നൽകിയ അഭിരാമിയാണോ എന്ന് അറിയാൻ വേണ്ടി ഗുണ്ടകളെ ഏർപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഭവാനി. ഈ സമയം തന്നെ അച്യുതൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഭവാനി മേഡം ഭൂമിജ അവരുടെ അഭിരാമി മോളാണെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ഭൂമിജയെ അവർ കൊല്ലും. ഭൂമിജയുടെ രക്ഷയ്ക്കായി തന്നെ എല്ലാ വഴികളും അച്യുതൻ നോക്കുന്നുണ്ട്. ഇത്രയും നാൾ ഭവാനിയുടെ കണ്ണിൽ നിന്നും ഒളിപ്പിച്ചാണ് നമ്മുടെ ഭൂമിജയെ അച്യുതൻ വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോ ആ ഭൂമിജയെ ഭവാനി മേഡം തന്നെ കണ്ടിരിക്കുന്നു. ഇനി ഈ ആപത്തിൽ നിന്ന് അവളെ എങ്ങനെ രക്ഷിക്കുമെന്ന് നമ്മുടെ അച്യുതൻ ആലോചിക്കുവാണ്. ഈ സമയം തന്നെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന നമ്മുടെ ഭൂമിജ അച്യുതനോട് പറയുവാണ്, അച്ഛാ, സത്യദാസ് സാറിന്റെ മകളും ഭാര്യയും മിസ്സിംഗ് ആണ്. അവരെ ഏത് വിധേനയും നമുക്ക് കണ്ടെത്തണം എന്ന് തന്നെ പറയുവാണ്. ഇനി അതിനു വേണ്ടിയാണ് എന്റെ ശ്രമമെന്നും നമ്മുടെ ഭൂമിജ പറയുന്നുണ്ട് അച്യുതനോട്. ഇത് കേൾക്കുമ്പോൾ തന്നെ അച്യുതൻ വിഷമിച്ച് ഞെട്ടി നിൽക്കുവാണ്. അച്ഛൻ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ അച്യുതൻ ഭാര്യയോട് പറയുവാണ്, ഭൂമിജയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും അവളെ തിരക്കി ഇവിടേക്ക് വന്നു കഴിഞ്ഞു. അവളെ കൊണ്ടുപോയാൽ നമ്മൾ അതെങ്ങനെ സഹിക്കും? സമയത്ത് അച്യുതന്റെ ഭാര്യ ചോദിക്കുവാണ്, എന്താ ഇങ്ങനെ ഇപ്പോ ചിന്തിക്കാൻ കാരണം? ആ സമയത്ത് അച്യുതൻ പറയുവാണ്, ഞാൻ ഇന്ന് പോയ ആ വീട്ടിലെ കുട്ടിയാണ് നമ്മുടെ ഭൂമിജ. ഞാൻ ആ ഭവാനി മേഡത്തെ കണ്ടു. അതിനുശേഷം അച്യുതൻ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് വിഷമത്തോടെ നമ്മുടെ അച്യുതനും ഭാര്യയും നിൽക്കുന്നു. ആ സമയത്തേക്ക് വീണ്ടും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഭൂമിജ ചോദിക്കുവാണ്, എന്താ ഞാൻ അറിയാതെ നിങ്ങൾക്കൊരു രഹസ്യം പറച്ചിൽ എന്ന് ഭൂമിജ ചോദിക്കുവാണ്. അങ്ങനെ അവളോട് സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് അച്യുതൻ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല കാണുന്നത്. ഉടനെ തന്നെ അച്യുതൻ ആ മാല ഊരി വാങ്ങുന്നുണ്ട്. അച്യുതൻ ആ മാല ഊരി വാങ്ങിയതിന് കാരണമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഭവാനി മേഡം ഇനി എന്നെങ്കിലും ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല കാണുവാൻ ഇടവന്നാൽ ഭവാനി മേഡം മനസ്സിലാക്കും ഇതാണ് അഭിരാമി. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഉടനെ തന്നെ നമ്മളെ ഭവാനി മേഡം ഒരു നിമിഷം പോലും വെച്ചേക്കത്തില്ല. ഉടനെ തന്നെ അവളെ കൊന്നുകളയും. ഇതുണ്ടാവാതിരിക്കാൻ അവളുടെ രക്ഷയ്ക്കായാണ് നമ്മുടെ അച്യുതൻ ആ മാല ഊരി വാങ്ങുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഭൂമിജയ്ക്ക് അറിയത്തില്ല. ചോദിച്ച ഉടനെ തന്നെ അച്യുതൻ ചോദിച്ച പാടെ നമ്മുടെ ഭൂമിജ കഴുത്തിൽ കിടന്ന മാല ഊരി അച്യുതന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ശേഷം നമ്മുടെ അച്യുതൻ ആ മാല നോക്കി കരയുവാണ്. എന്നിട്ട് മനസ്സിൽ പറയുവാണ്, ഈ മാല ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കണം. മാലയിലാണ് എന്റെ ഭൂമിജ മോളുടെ രക്ഷയിരിക്കുന്നത്. അവളുടെ രക്ഷയ്ക്കായി ആരും കാണാതെ തന്നെ അച്യുതൻ ആ മാല ഒളിപ്പിക്കുന്നു. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിജ അച്ഛന്റെ സർജറിക്ക് വേണ്ടി പല ബാങ്കുകളും കയറി ഇറങ്ങുന്നുണ്ട്. ഒരു ബാങ്കിലേക്ക് നമ്മുടെ ഭൂമിജ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ട്. ബാങ്കിൽ പൈസയ്ക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ അവൾ ഇടുന്നുണ്ട്. പക്ഷേ പിന്നെ അവൾ പോയി അന്വേഷിക്കുന്ന സമയത്ത് അവിടുത്തെ മാനേജർ പറയുവാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു എന്ന്. ആകെ വിഷമിച്ചാണ് നമ്മുടെ നിജ ആ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നത്. എന്താന്ന് വെച്ചാൽ എത്രയും പെട്ടെന്നും അച്ഛന് വേണ്ടി ഒരു സർജറി ആവശ്യമാണ്. അതിന് ഒരുപാട് പണച്ചെലവാണ്. ആ പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ള വിഷമത്തിലാണ് നമ്മുടെ ഭൂമിജ അവിടം വിട്ട് ഇറങ്ങുന്നത്. ഭൂമിജ പല വഴിയും നോക്കുന്നുണ്ട്. എങ്ങനെ ലഭിക്കും എന്ന് വിഷമത്തോടു കൂടി കഴിയുന്ന സമയത്ത് അവൾക്ക് ഒരു വഴിയുമില്ലാതെ അവൾ ചിന്തിക്കുന്നുണ്ട്. അവളുടെ അച്ഛനില്ലാതെ അവൾക്ക് ഒരു നാള് പോലും കഴിയാൻ പറ്റത്തില്ല എന്ന്. ഡോക്ടറിനോടും സംസാരിക്കുന്നുണ്ട്. കാശ് ആയിട്ടില്ല സർജറിക്ക്. ആ സമയത്ത് ഡോക്ടർ പറയുവാണ്, എത്രയും പെട്ടെന്ന് തന്നെ ആ കാശ് നിങ്ങൾ അറേഞ്ച് ചെയ്യണം, എന്നാലേ നമുക്ക് സർജറി ചെയ്യാൻ കഴിയത്തുള്ളൂ. അച്യുതന്റെ ജീവൻ നിലനിർത്താൻ ആ സർജറി ഉടനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അച്യുതൻ ഈ ലോകത്ത് കാണത്തില്ല. കേൾക്കുമ്പോൾ നമ്മുടെ ഭൂമിജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറിനോട് അനുവാദം വാങ്ങുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കാശ് അറേഞ്ച് ചെയ്യാം മാഡം. ഒരു കാരണവശാലും മാഡം ഇത് അച്ഛനോട് പറയരുത് ഈ രോഗത്തെക്കുറിച്ച്. സമയത്ത് ഡോക്ടർ പറയുവാണ്, എങ്ങനെയാണ് അച്യുതനോട് പറയാതിരിക്കുന്നത്, ഇനിയെങ്കിലും പറയണം. സമയത്ത് നമ്മുടെ ഭൂമിജ പറയുവാണ്, അച്ഛൻ ഇനി മനോധൈര്യമാണ് വേണ്ടത്. അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ധൈര്യമില്ലെങ്കിൽ എന്റെ അച്ഛൻ ഈ ലോകത്ത് പിന്നെ ഉണ്ടാവില്ല. രോഗം
അച്ഛന് ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞാൽ എങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. അതുകൊണ്ട് ഒരു കാരണവശാലും ഡോക്ടർ ഇക്കാര്യം അച്ഛനോട് പറയരുത്. സമയത്ത് ഡോക്ടർ ഉറപ്പ് നൽകുന്നുണ്ട്. ശരി എങ്കിൽ പറയത്തില്ല. അതേസമയം തന്നെ അച്യുതൻ മകളെപ്പറ്റി ആലോചിച്ച് വീട്ടിലിരിക്കുന്നുണ്ട്. അവളെ ഏത് വിധേന രക്ഷപ്പെടുത്തും ഭവാനിയുടെ കയ്യിൽ നിന്നും. ഭവാനി ഒരു ഗുണ്ടയെ ഇറക്കിയിരിക്കുന്നു അച്യുതന്റെ വീട്ടിലെ രഹസ്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി. ഇതിൽ നിന്നെല്ലാം അച്യുതൻ ഒളിച്ചു നടക്കുന്നുണ്ട്. ഗുണ്ടയുടെ കണ്ണിൽ പെടാതെ തന്നെ അച്യുതൻ ഒളിച്ചു നടക്കുവാണ്. ഈ സമയം തന്നെ നമ്മുടെ ഭവാനിക്കും തീരാത്ത ദേഷ്യമാണ്. ഭൂമിജയ്ക്കാണ് മുത്തശ്ശി ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയത്. അതുകൊണ്ട് തന്നെ അവൾ ദേഷ്യത്തോടെ തന്നെ അമ്മയോട് പറയുന്നുണ്ട്, ഏതു വിധേനയും എനിക്ക് അജയെ സ്വന്തമാക്കണമെന്ന്. മദ്യപിച്ച് ലക്ക് കെട്ടുകിടക്കുന്ന നമ്മുടെ അഞ്ജനയെ കണ്ട് മുത്തശ്ശി പറയുവാണ്, ഇവളെ എങ്ങനെ എൻ്റെ അജയ് മോന് വിവാഹം കഴിച്ചു കൊടുക്കും? ഒരു കാരണവശാലും ഇവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറയുവാണ്, ഈ വിവാഹത്തെപ്പറ്റി എനിക്കൊന്ന് ആലോചിക്കണം. സമയത്ത് നമ്മുടെ ഭവാനിയുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിയിരിക്കുന്നു. അഞ്ജന വഴി ആ വീട്ടിലെ എല്ലാ സ്ഥാനങ്ങളും കരസ്ഥമാക്കണം എന്നതായിരുന്നു ഭവാനിയുടെ ആഗ്രഹം. ആഗ്രഹത്തെ സ്വന്തം മകളു തന്നെ നശിപ്പിച്ചു കളഞ്ഞതിലുള്ള വിഷമത്തോടു കൂടി തന്നെ ഭവാനി നിൽക്കുന്നുണ്ട്. ഈ ദിവസം രാവിലെ ആയപ്പോൾ എണീക്കുന്ന അഞ്ജനയോട് ചോദിക്കുവാണ്, നീ എന്താണ് ഇന്നലെ ചെയ്തു കൂട്ടിയതെന്ന് നിനക്കറിയാമോ? ചോദിച്ചിട്ട് അവളെ ഒരടി കൊടുക്കുന്നുണ്ട്. സമയത്ത് വാശിയോടെ തന്നെ അഞ്ജന പറയുവാണ്, അജയ്ക്ക് ആ ഭൂമിജയാണ് ഇഷ്ടം, എന്നെയല്ല അമ്മേ. അതിനുശേഷം അഞ്ജന പറയുവാണ്, ഏത് വിധേനയും എനിക്ക് അജയ്യെ വേണം അമ്മേ. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ഭവാനി ഒരു പ്ലാൻ നടത്തുന്നുണ്ട്. കോവിലിൽ പോയി കയ്യിൽ കർപ്പൂരം കത്തിച്ചു നിൽക്കുക. മുത്തശ്ശിയും അജയും അവിടേക്ക് എത്തുന്ന സമയത്ത് ഇത് കണ്ട് മുത്തശ്ശിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഇന്നലെ സംഭവിച്ചതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യുന്ന അഞ്ജനയോട് മുത്തശ്ശി പറയണം, മോളെ പോട്ടെ മോളെ, നടന്നതെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വീണ്ടും അജയും അഞ്ജനയുമായിട്ടുള്ള വിവാഹത്തെപ്പറ്റി മുത്തശ്ശി ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. ഉടനെ തന്നെ അഞ്ജനയും അജയുമായിട്ടുള്ള വിവാഹം നടത്താമെന്ന്. അജയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഈ വിവാഹത്തോട്. അങ്ങനെ അജയ് ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചതനുസരിച്ച് നമ്മുടെ അജയ് ആണെങ്കിൽ ഒരു ഉടമ്പടി വിവാഹത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്. സമയത്ത് കാശിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് എന്ത് ചെയ്തിട്ടാണ് കാശ് കണ്ടെത്തുക എന്ന് ഭൂമിജ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് എത്തുന്നുണ്ട്. എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. അത് നീ ഏത് വിധേന മുടക്കിത്തരണം. അതിനു വേണ്ടി 1 വർഷത്തേക്ക് ഒരു ഉടമ്പടി വിവാഹം നമുക്ക് കഴിക്കാമെന്ന് അജയ് പറയുന്നുണ്ട് ഭൂമിജയോട്. ഭൂമിജയ്ക്ക് ആദ്യമൊക്കെ അതിലൊരു വിഷമം തോന്നിയെങ്കിലും തന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിജ അതിൽ സമ്മതിക്കുന്നു. കരാർ അടിസ്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നു.